നിങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഒരു വീഡിയോ അത് എവിടുത്തെ സംഭവമാണെന്ന് ചോദിച്ചാൽ നെടുമങ്ങാട് ആ ഒരു പാവം പിടിച്ച പിഞ്ചു കുഞ്ഞിനെ അതിദാരുണമായിട്ടും മൃഗീയമായിട്ടും കൊന്ന നായിൻ്റെ മകനെ നമ്മുടെ കേരള പോലീസ് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ഇവനെ VIP പരിഗണനയോട് കൂടിയാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും മെഴുകിയിരിക്കുന്ന സമയത്താണ് ഇവന്റെ ഈ രീതിയിലുള്ള പോലീസ് കൊണ്ടുപോയതിന് ശേഷമുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നത്. നല്ല രീതിയിൽ ഇവന് പേട കെട്ടിയിട്ടുണ്ടെന്നുള്ളത് നല്ല രീതിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അടിവയറടക്കം ചവിട്ടി കലക്കിയിട്ട് തന്നെയാണ് ഇവനെ പുറത്ത് വിട്ടിരിക്കുന്നത്. പുറത്ത് വിട്ടു എന്നല്ല, ഇവനെ കൊണ്ട് തെളിവെടുപ്പിനൊക്കെ പോകുന്നത് നമ്മളൊരു രംഗങ്ങൾ കാണുന്നത്. ആ ഒരു പിഞ്ചു കുഞ്ഞ് അനുഭവിച്ച വേദനയുടെ ഒരു അല്പം പോലും എന്തായാലും ഇതിൽ വരില്ല. അതിന് പറയാൻ കഴിയില്ലായിരുന്നു, ഇവന് പറയാൻ കഴിയുമെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഈ നായിൻ്റെ മോനെ പെറ്റ് പ്രസവിച്ച ഒരു മോള്, അവന്റെ അമ്മ എന്നൊക്കെയാണ് പറയുന്നത്, അവർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മകനെ പോലീസ് നല്ല രീതിയിൽ മർദ്ദിച്ചു, എൻ്റെ മകന് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ കാണേണ്ട വീഡിയോ തന്നെയാണ്. എന്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാന്ന് എനിക്ക് അറിയില്ല. അത്രമേലെ ആവശ്യതയായി എന്റെ കുഞ്ഞിന്റെ കഴുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ കഴുത്തെല്ലാം ഒടിഞ്ഞതാണെന്ന് അറിയില്ല. ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് വലിച്ച് പോലീസ് അറമ്മല് വലിച്ചെടുത്തോണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ നാട്ടുകാരെ കൊച്ചിനെ അടിക്കുന്നു, എറിയുന്നു, മൂക്കിലിടിക്കുന്നു. ഈ രംഗങ്ങളാണ് കണ്ടത്. അത് കണ്ടിട്ട് ഞങ്ങൾ ആരും ഇതുവരെ മാനസികമായിട്ട് ഞങ്ങൾക്ക് ആർക്കും പുറത്തിറങ്ങാനുള്ള മാനസികം ഇതുവരെ മനസ്സ് വന്നിട്ടില്ല. അമ്മച്ചി, നിങ്ങളുടെ മകൻ പുഴുത്ത് പട്ടി ചത്ത് കിടക്കുന്നത് പോലെ വഴിയിൽ കിടക്കുന്നത് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതൊക്കെ ദൈവങ്ങളുണ്ടോ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും. കാരണം നിങ്ങൾ പ്രസവിച്ച് വിട്ട ഈ നായിൻ്റെ മകൻ കാരണം ആ ഒരു പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടു പോയിരിക്കുകയാണ്. വെറും മരണമല്ല, പട്ടിയെ കൊല്ലുന്നത് പോലെ ആ പിഞ്ചു കുഞ്ഞിനെ തല്ലി കൊല്ലാനായിട്ട് നിന്റെ മകൻ അല്ലെ നിങ്ങളുടെ മകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നല്ല, നിങ്ങളുടെ മകൻ തന്നെയാണ് ചെയ്തത്. അതിനുള്ള ശിക്ഷയായിട്ട് ഇവന് ഏതെങ്കിലും വഴിയരികില് അജ്ഞാത വാഹനം കയറി ചത്ത് മലച്ച് കിടക്കുന്നത് നിങ്ങൾ കാണും. ഇത് കാണുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകൾ പ്രതികരിച്ചാണ്. നമുക്കറിയാം, കേരളത്തിലെ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീർ ഇപ്പോഴും മാറിയിട്ടില്ല. ഈ ഒരു കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് അതിന്റെ ഒരു ദയനീയമായിട്ടുള്ള മുഖം അതിന്റെ ആരുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം ചെയ്ത ഈ ഒരു തന്തയ്ക്ക് പുറക്കാഴി ചെയ്ത പലതന്തയ്ക്കുണ്ടായവനെ പറ്റി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അമ്മ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം ഇവരെ പിടിച്ചാണ് അകത്തിടേണ്ടത്, അല്ലേ? ഇവരെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തനിയെ നടന്നോളും. എന്തായാലും എല്ലാവർക്കും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഇവനെ നരകിച്ച് ജീവിതം എന്താണെന്ന് ഇവനെ കാണിച്ചു കൊടുക്കണം. അല്ലെ ഇവനെ തൂക്കിലേറ്റി തന്നെ കൊന്നുകളയണം, ഇവനെയും ആ നായിൻ്റെ മകളെയും.